മൂന്നാർ എക്കോ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട വിനോദസഞ്ചാര ബസിന്റെ സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തിയ ശേഷം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മൂന്നാർ എക്കോ പോയിന്റിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ടത്. 3 വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന പ്രാഥമിക നിഗമനം ശരിവെക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ കണ്ടെത്തലും. ബസിന്റെ സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് വാഹനം പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്താനായിട്ടില്ലെന്നും റോഡിന്റെ ദിശ സംബന്ധിച്ച് അറിവില്ലാഞ്ഞതും വാഹനത്തിന്റെ അമിത വേഗതയും അപകടത്തിനിടയാക്കിയതായി കരുതേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനം പരിശോധിച്ചതിൽ വ്യക്തമായിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടത്തിലുണ്ടായ ഡാമേജുകൾ അല്ലാതെ ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടത് വാഹനത്തിൻ്റെ വേഗതാ നിയന്ത്രണ സംവിധാനം സ്പീഡ് ഗവർണർ അത് ഡിസ്കണക്ട് ചെയ്താണ് അത് വെച്ചിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് സ്പീഡ് അധികമാകാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ മറ്റ് മാറ്റങ്ങളൊന്നും രൂപമാറ്റങ്ങളോ ലൈറ്റിൻ്റെയോ അത് സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല. മെക്കാനിക്കൽ പരമായിട്ട് വാഹനത്തിന് യാതൊരു തകരാറുമില്ല. ബ്രേക്ക് സിസ്റ്റം ആണെങ്കിലും കുഴപ്പമില്ല, എഫിഷ്യൻ്റ് ആണ്. ടയേഴ്സ് പരിശോധിച്ചു. ടയേഴ്സിൻ്റെ നിലവാരമൊക്കെ വളരെ തൃപ്തികരമായിട്ടുള്ളതാണ്. പിന്നെ അപകടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണുള്ളത്. സംഭവസ്ഥലം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദീർഘദൂര യാത്ര നടത്തി വന്ന ശേഷം ഈ റോഡിനെ കുറിച്ചോ അവിടുത്തെ പരിസ്ഥിതികളെ കുറിച്ചോ യാതൊരു ബോധ്യമില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് അനുമാനം. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ GPS സംവിധാനം 13/2 വരെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പം ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ട്. കാരണം അത് ഏത് തരത്തിലൊക്കെ എന്തൊക്കെ അലർട്ട് ഇത് ഓവർ സ്പീഡിന് വന്നിട്ടുണ്ടോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ വയലേഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ GPS-ൻ്റെ പരിശോധിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ നിലവിൽ നോക്കുമ്പോൾ 13/2 വരെയുള്ള ഡാറ്റാസാണ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അതൊന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സംഭവസ്ഥലം വീണ്ടും സന്ദർശിക്കും. അവിടെ ഈ വാഹനം വന്നപ്പോൾ എത്ര സ്പീഡിൽ വന്നിട്ടാണ് ഇതിങ്ങനെ മറിയാനുള്ളൊരു സാഹചര്യം എന്നുള്ളത് ഒന്നുകൂടെ പഠിക്കണം. കാരണം അത്രയും വലിയ വീൽ ബേസ് ഉള്ള വാഹനം ആ വളവിൽ അത്രയും വേഗത്തിൽ വന്നാൽ ടേൺ എടുക്കാൻ വേണ്ടിയിട്ടൊരു പ്രശ്നം ഉണ്ടാവും. വാഹനത്തിന്റെ ഡ്രൈവറായ കന്യാകുമാരി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ബസ് മറിഞ്ഞ സ്ഥലം അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണെന്നും ഇവിടെ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ടായി കൈമാറുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.